2023 ഒക്ടോബർ 7-നാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. പ്രധാനമന്ത്രി നെതന്യാഹുവിനെയാണ് ഇതിന് രാജ്യത്തെ സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് കുറ്റപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ആക്രമണത്തിന്റെ കാരണമന്വേഷിച്ച് ഷിൻബെറ്റ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ റിപ്പോർട്ടിലാണ് മുകളിൽ പറഞ്ഞ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തെ സുരക്ഷാ ഏജൻസി ഉന്നയിച്ച ആരോപണങ്ങളുടെ പരമ്പര ഇസ്രയേലിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള അവകാശങ്ങളും തുല്യതയുമാണ് അവർ സംസാരിക്കുന്നത്. ഷിൻബെറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഒക്ടോബർ 7-ലെ ആക്രമണം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതായിരുന്നുവെങ്കിലും അത് തടയാൻ മതിയായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ആക്രമണത്തിന്റെ വ്യാപ്തി, സമയം, സ്ഥലം എന്നിവ കൃത്യമായി പ്രവചിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഷിൻബെറ്റ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സർക്കാരിന്റെ നിശബ്ദ നയമാണ് ഈ ആക്രമണത്തിന് കാരണം. ഹമാസിന്റെ ആയുധ വികസനം നിയന്ത്രിക്കുന്നതിൽ ഈ നയം നന്നേ പരാജയപ്പെട്ടു. കൂടാതെ നെതന്യാഹു ഖത്തറിനെ ഹമാസിന് സാമ്പത്തിക സഹായം നൽകാൻ അനുവദിച്ചതും ഇസ്രായേൽ ജൂതന്മാരെ അൽ അക്സ പള്ളിയിൽ ആരാധന നടത്താൻ അനുവദിച്ചതും മുതലായവ ഹമാസ് ആക്രമണത്തിന് കാരണമായി. എല്ലാറ്റിനുമുപരി സുരക്ഷാ സംബന്ധിയായ വിവരങ്ങൾ ഒരു മുന്നറിയിപ്പായി ഷിൻബെറ്റ് മുൻകൂട്ടി നൽകിയിരുന്നെങ്കിലും മുൻകരുതലുകൾ എടുക്കുന്നതിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടതാണ് ആക്രമണം സാധ്യമാക്കിയത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് മുമ്പ് ഇസ്രയേലിൽ രജിസ്റ്റർ ചെയ്ത 45 സിം കാർഡുകൾ പതിവിലും കൂടുതൽ സജീവമായിരുന്നു. ഇതും മുൻകൂട്ടി കണ്ടെത്തി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ നെതന്യാഹു ഭരണകൂടം മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല. സുരക്ഷാ ഏജൻസിയും ഇസ്രയേലി സൈനിക ഇന്റലിജൻസും തമ്മിലുള്ള സഹകരണത്തിന്റെ അഭാവവും ആക്രമണത്തിന് ഒരു കാരണമായിരുന്നു. ആക്രമണം സാധ്യമാക്കിയതിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ സുപ്രധാന പങ്കുവഹിച്ചു. പ്രധാനമന്ത്രി നെതന്യാഹുവും ഷിൻബെറ്റ് മേധാവി റോണൻ ബാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ശ്രമിച്ചു. ഇന്റലിജൻസ് മേഖലയിലും ഇതേ കാര്യം തന്നെ സംഭവിച്ചു. ഈ കുഴപ്പങ്ങൾക്കിടയിൽ ശത്രുവിന്റെ ആക്രമണം ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിൻബെറ്റ് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. നെതന്യാഹു ആരോപണങ്ങൾക്കെല്ലാം എങ്ങനെയായിരിക്കും മറുപടി നൽകുക എന്ന കുറേ ചോദ്യങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലിന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ കുറിച്ച് ഇസ്രയേൽ സൈന്യം ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ അന്വേഷണ ഫലങ്ങൾ എന്ന പേരിലാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. മൊസാദിനെ വിശ്വസിക്കുന്നത് സമയം പാഴാക്കലെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പ്രസ്താവിച്ചിരുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ചാര ഏജൻസിയായ മൊസാദ് സ്വന്തം സൈന്യത്തിൽ പോലും ചൂടേറിയ ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷാ ഏജൻസി പോലും സ്വന്തം പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നതാണ് ഏറെ പരിതാപകരം.